ഈ ആണുങ്ങൾ, അതായത് ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും, അവരോട് അന്ന് നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവരത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഭർത്താക്കന്മാർ പറയാം, എടി നീ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നീ എനിക്ക് കുറച്ചൊന്ന് സ്വൈര്യം എന്താ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയും. ചില ഭർത്താക്കന്മാർ പൊട്ടിത്തെറിക്കും. ഇത് രണ്ട് തന്നെ ആയിക്കഴിഞ്ഞാലും ഭാര്യമാർക്ക് സങ്കടമാവും, ചിലപ്പം ദേഷ്യം വരും, അവിടെ പ്രശ്നം വഷളാവും, അന്നത്തെ ദിവസം ഏകദേശം തീരുമാനമാവുകയും ചെയ്യും. ഈ ഭർത്താക്കന്മാരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇഫ് ദേ ഹാഡ് എ വെരി ഹെക്ടിക് ഡേ, ദേ നീഡ് ടു സം ടൈം ടു റിക്കവർ. അതായത് അവർക്ക് അന്നത്തെ ദിവസത്തിൽ ഉണ്ടായ സ്ട്രെസ്സും പ്രഷറും ഒക്കെ കൊണ്ടായിരിക്കും അവർ വീട്ടിൽ വന്നതേ ഉണ്ടാവുള്ളൂ. അവരുടെ മൈൻഡിൽ ചിലപ്പം ഓഫീസിലത്തെ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓക്കെ ആവാതെ ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് അത് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവർക്ക് വേണം. ചില ഭാര്യമാർ പറയുന്ന കേൾക്കാറുണ്ട്, ഭർത്താക്കന്മാർ എത്രയെങ്കിലും സമയം ബാത്റൂമിലിരിക്കുന്നു, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ബാത്റൂമിലിരിക്കുന്നു, ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്പേസ് എന്ന നിലയിലാണ് അവർ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഈ മെന്നിൻ്റെ ബിഹേവിയർ വെച്ചിട്ട് ഒരു 1 hour or 2 hour ഒരു ഫ്രീ ടൈം സോൺ എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലായിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു പേഴ്സണൽ ടൈം അവർക്ക് അത്യാവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. സോ ഇങ്ങനെ ഒരു പേഴ്സണൽ ടൈം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഭാര്യമാർ മേക്ക് ഷുവർ ചെയ്യുക തന്നെ വേണം. അതൊരു റിക്കവറി ടൈമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഗിവ് സ്പേസ് ഫോർ ദ റിക്കവറി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ബന്ധവും മനോഹരമായിരിക്കും.